Welcome to Winners Academy, All Kerala Distance Education. Winners Academy, All Kerala Distance Education എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ഏപ്രിൽ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതിയ സ്റ്റുഡൻസിന്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അവിടെ റിസൾട്ട് ഷീറ്റിൽ കാണുന്ന SYP, SYCT, SYPT തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് റിസൾട്ട് ഷീറ്റിൽ കാണുന്ന ഫുൾ ഡീറ്റെയിൽസുകൾ, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താല്പര്യമുള്ള ആളുകൾക്ക് അത് കണ്ട് കൃത്യമായിട്ട് നിങ്ങൾ റിസൾട്ട് പാസ്ഡ് ആണോ, എത്ര മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഒട്ടേറെ പേർ ഈ റിസൾട്ട് വന്ന സന്തോഷങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം എല്ലാ ആളുകൾക്കും. കാരണം നമ്മുടെ പഠനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി തിരക്കിൻ്റെയും മറ്റു എല്ലാ തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ ഈ ഒരു SSLC+2 നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. അത് തന്നെ നമ്മൾ റെഗുലറായി പോയി പഠിക്കുന്ന സ്റ്റുഡൻസ് അവർ കൃത്യമായിട്ട് 2 വർഷം അധ്വാനിച്ച് പഠിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എല്ലാതും ഉൾപ്പെടുത്തിയ +2 നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസ് വഴിയും അതുപോലെ നമ്മൾ അയച്ചു ചെയ്യുന്ന പ്രിന്റഡ് ബുക്സ് വഴി നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ഫ്രീ ടൈം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ റിസൾട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ വലിയ സന്തോഷങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഇന്ന് നമ്മൾ പറയുന്നത് റിസൾട്ട് വന്നപ്പോൾ ചില ആളുകൾക്ക് 1-2 സബ്ജക്റ്റുകളിൽ അവർക്ക് മാർക്ക് കുറവായി പോയിട്ടുണ്ട്. ചില ആളുകൾ ഫെയിൽഡ് ആയി പോയിട്ടുണ്ട്. അവർക്കുള്ള വീഡിയോ ആണ്. അവർക്ക് അടുത്ത എക്സാം എന്നാണ്, എത്ര തരം എക്സാമുകൾ എഴുതാൻ പറ്റും തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട അവർക്ക് 2 തരം എക്സാമിനേഷനാണ് അവർക്ക് എഴുതാൻ പറ്റും. ഒന്ന് സാധാരണ നമ്മൾ എഴുതുന്ന പബ്ലിക് എക്സാമിനേഷൻ. ഓക്കെ, ഈ പബ്ലിക് എക്സാമിനേഷനിൽ അടുത്തത് 2024 ഒക്ടോബർ ബാച്ചിലാണ് അടുത്ത പബ്ലിക് എക്സാം വരുന്നത്. ഓക്കെ, ആ ഒരു പബ്ലിക് എക്സാം നിങ്ങൾക്ക് സാധാ അടുത്ത സ്റ്റുഡൻസ്, അടുത്ത ബാച്ചിലെ സ്റ്റുഡൻസ് എക്സാമിനേഷൻ ഫീ അടക്കുന്ന പോലെ തന്നെ ഫീ അടച്ചിട്ട് ആ ഒരു 2 സബ്ജക്റ്റാണ് ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു 2 സബ്ജക്റ്റിന്റെ മാത്രം എക്സാമിനേഷൻ ഫീ അടച്ച് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ടോട്ടലി 5 സബ്ജക്റ്റാണ് പാസ്സാവാൻ വേണ്ടത്. അതിൽ തന്നെ 33 മാർക്കാണ് ഒരു സബ്ജക്റ്റിൽ പാസ് ഔട്ട് ചെയ്യാൻ വേണ്ടത്. ഈ 33 മാർക്കിൽ 26 മാർക്ക് നമ്മുടെ തിയറി എക്സാമിനേഷൻ റിട്ടൺ ആയിട്ട് നമുക്ക് വാങ്ങേണ്ടതും, അതുപോലെ തന്നെ ബാക്കി വരുന്ന 6 മാർക്ക് 26 കഴിഞ്ഞ് ബാക്കി വരുന്ന 7 മാർക്ക് TMA അസൈൻമെന്റിൽ നിന്ന് നാം എഴുതിയിട്ടുണ്ടെങ്കിൽ 20 മാർക്കിന് വരുന്ന TMA അസൈൻമെന്റിൽ അത് സിമ്പിളായിട്ട് അതിനൊരു 15-16 മാർക്ക് കിട്ടാത്തവരാരും ഉണ്ടാവില്ല. എനിവേ അതിൽ നിന്നൊരു 7 മാർക്ക് TMA അസൈൻമെന്റിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്കും കൂടെ എടുത്ത് റിട്ടൺ എക്സാമിൽ നമ്മൾ എഴുതിയ 26 പ്ലസ് ഈ ഒരു 7 മാർക്കും കൂടെ കൂട്ടിയിട്ട് ടോട്ടലി 33 മാർക്കാണ് ഒരു സബ്ജക്റ്റിൽ തിയറിയിൽ പാസ്സാകാൻ വേണ്ടി അവർ പരിഗണിക്കുന്നത്. എനിവേ മാർക്ക് അത്ര ഇല്ലാത്ത ആളുകൾ, കുറഞ്ഞു പോയ ആളുകൾക്ക് ഫസ്റ്റ് എക്സാമിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ എക്സാം വരുന്നത് 2024 ഒക്ടോബർ ബാച്ചിൽ എഴുതുന്ന പബ്ലിക് എക്സാമാണ്. ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾ സാധാ പോലത്തെ ഓരോ സബ്ജക്റ്റിന് 275 ഏകദേശം 300-ന്റെ അടുത്താണ് ഒരു സബ്ജക്റ്റിന് ഫീ വരുന്നത്. ആ ഒരു ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റാണ് എഴുതേണ്ടത് ആ സബ്ജക്റ്റിൽ അടുത്ത എക്സാമിന് ആ ഒരു സബ്ജക്റ്റ് മാത്രം എഴുതി പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ നിങ്ങൾ അസൈൻമെന്റിന്റെ TMA അസൈൻമെന്റ് നേരത്തെ എഴുതിയതാണ്. ആ നേരത്തെ എഴുതിയ TMA അസൈൻമെന്റ് ആണെങ്കിലും ആ 7 മാർക്ക് അതിലോട്ട് ആഡ് ചെയ്ത് ബാക്കി 26 മാർക്കാണ് റിട്ടൺ ആയിട്ട് നിങ്ങൾ തിയറി എക്സാമിന് മെയിനായിട്ട് നിങ്ങൾ എഴുതി വാങ്ങേണ്ടത്. ഓക്കെ, എനിവേ രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത് ഓൺ ഡിമാൻഡ് എക്സാം ആണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ എക്സാമിനേഷൻ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2024 ഏപ്രിൽ ബാച്ചിലാണ് നിങ്ങൾ എക്സാമിനേഷൻ എഴുതിയത്. അവിടെയാണ് ഫസ്റ്റ് എക്സാമിനേഷൻ നിങ്ങൾ വരുന്നത്. അങ്ങനെ ഒരു പബ്ലിക് എക്സാം കഴിഞ്ഞ ഒരു സ്റ്റുഡൻസ്, അതല്ലെങ്കിൽ ആ ഒരു പബ്ലിക് എക്സാം എഴുതാൻ പറ്റിയില്ല, പക്ഷെ അതിന്റെ ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ആ ടൈം കഴിഞ്ഞ സ്റ്റുഡൻസിന് ആ ഒരു എക്സാമിനേഷന്റെ ഏപ്രിലാണ് ഇപ്പോൾ കഴിഞ്ഞത്, ആ ഒരു ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ പബ്ലിക് എക്സാം വരുന്ന ഒക്ടോബറിൽ അല്ലാത്ത മാസങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് NIOS നടത്തുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി മാത്രമേ അവൈലബിൾ ഉള്ളൂ, മലയാളവും അറബിയും അവൈലബിൾ അല്ല. അതല്ലാത്ത സബ്ജക്റ്റുകൾ, ഹിന്ദി പോലത്തെ സെക്കൻഡ് ലാംഗ്വേജ് ഉള്ള സബ്ജക്റ്റുകൾ, മെയിൻ സബ്ജക്റ്റ് ഏതായാലും കുഴപ്പമില്ല, മറ്റ് കാറ്റഗറികളിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതായാലും, ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ പൊളിറ്റിക്സ്, സോഷ്യോളജി, ഹിസ്റ്ററി ആയിരിക്കും.
കൊമേഴ്സ് ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ അവിടെ ബിസിനസ്, അക്കൗണ്ടൻസി, പൊളിറ്റിക്സ് ആയിരിക്കും. സയൻസ് ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും. ഇതൊക്കെ അവർക്ക് ഓൺ ഡിമാൻഡ് എക്സാമിലൂടെ എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ ഓൺ ഡിമാൻഡ് എക്സാം എഴുതുമ്പോൾ പ്രധാനപ്പെട്ട ഒരു 4-5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ആയിട്ട് പറയാനുള്ള അതിന്റെ ഫീ തന്നെയാണ്. അതിന്റെ ഫീ നമ്മൾ പബ്ലിക് എക്സാം എഴുതുന്ന ഒരു ഫീയുടെ ഡബിൾ ആയിരിക്കും ഫീ ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു സബ്ജക്റ്റിന് പൊളിറ്റിക്സിന് 250 പബ്ലിക് എക്സാമിൽ വരുന്നതെങ്കിൽ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിൽ അതിന് 550 രൂപയായിരിക്കും. 500 അല്ലെങ്കിൽ 550 രൂപയായിരിക്കും ഒരു സബ്ജക്റ്റിന് വരിക. ഓക്കെ, ഇങ്ങനെ ഫീ ഡബിൾ ആയിരിക്കും ഫീന്റെ വിഷയത്തിൽ വരുമ്പോൾ. രണ്ടാമത് ഇതിന്റെ സെന്ററുകളാണ്. ഇതിന്റെ സെന്ററുകൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പബ്ലിക് എക്സാം എഴുതുന്നത് പോലത്തെ സെന്ററുകൾ നമുക്ക് അവൈലബിലിറ്റി ഇല്ല. ഇവിടെ ട്രിവാൻഡ്രം, അതുപോലെ കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ, ഈ 4 ജില്ലകളിലാണ് അതിന്റെ മെയിൻ സെന്ററുകളിലാണ് ഇതിന്റെ എക്സാമിനേഷൻ നടക്കുന്നത്. കോഴിക്കോടാണെങ്കിൽ ഗോവിന്ദപുരം ഒരു സ്കൂളുണ്ട്, ആ ഒരു സ്കൂളിലാണ്, കേന്ദ്രീയ വിദ്യാലയം എന്ന് പറയുന്ന സ്കൂളിലാണ് നടക്കുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. മൂന്നാമതൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, TMA അസൈൻമെന്റിൽ നിങ്ങൾ എഴുതി വാങ്ങിയ ആ ഒരു 20 മാർക്ക്, അതല്ലെങ്കിൽ 16 മാർക്ക്, 15 മാർക്ക് കിട്ടിയതിൽ നിന്നില്ല 7 മാർക്ക് മെയിൻ എക്സാം പാസ് ഔട്ട് ചെയ്യാൻ വേണ്ടി 33 എടുക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഒരു 7 മാർക്ക് ഈ ഒരു എക്സാമിനേഷനിൽ പരിഗണിക്കുകയില്ല. അതായത് റിട്ടൺ എക്സാം, തിയറി എക്സാമിൽ മെയിൻ ആയിട്ട് നിങ്ങൾ 33 തന്നെ എഴുതി വാങ്ങണം. എന്നാലേ നിങ്ങളെ പാസ് ഔട്ട് ചെയ്യാൻ ഇവിടെ അനുവദിക്കുകയുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ സാധാരണ ആളുകൾക്കൊക്കെ ഒരു ഡിഫിക്കൽട്ടായിട്ട് നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാം വരാറുണ്ട്. മാത്രമല്ല പൊതുവെ പറയാറുള്ളത് ഇതിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ടഫായിട്ട് വരാറുണ്ട് എന്നാണ്. നമ്മളത് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു TMA അസൈൻമെന്റിന്റെ 7 മാർക്ക് ഇതിൽ ലഭിക്കുന്നില്ല. അതും കൂടെ പരിഗണിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് സാധാരണ സ്റ്റുഡൻസിന് അനുഭവപ്പെടാറുള്ളത്. എനിവേ, പെട്ടെന്ന് പാസ് ഔട്ട് ചെയ്ത് വിദേശത്തേക്ക് ജോലിയിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോവേണ്ട ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. അവർ ഒന്നും കൂടെ എഫേർട്ട് എടുത്ത് പഠിച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷൻ പാസ് ഔട്ട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് രണ്ടായിട്ട് പബ്ലിക് എക്സാമും അതുപോലെ ഓൺ ഡിമാൻഡ് എക്സാം എഴുതാൻ പറ്റും. പബ്ലിക് എക്സാം എഴുതുകയാണെങ്കിൽ അതിന്റെ ഫീ, അതുപോലെ അതിന്റെ മാർക്കുകൾ എത്ര വേണം എന്ന് പറഞ്ഞു. അതുപോലെ ഓൺ ഡിമാൻഡ് എക്സാം എഴുതുകയാണെങ്കിൽ അതിന്റെ ഫീ, അതിന്റെ സെന്ററുകൾ, അതിന്റെ ടൈം, അതുപോലെ സാധാരണ ആളുകൾക്ക് എഴുതാൻ പറ്റും, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ഇതിന്റെ ഒരു ടൈമും കൂടെ പറയാം. ഓൺ ഡിമാൻഡ് എക്സാമിന് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയുള്ള മാസങ്ങളാണ് ഇത് നടക്കുന്നത്. അതുപോലെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ 6 മാസങ്ങളിലാണ് NIOS ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അവിടെ പ്രധാനപ്പെട്ട ട്രിവാൻഡ്രം, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ പോലത്തെ സെന്ററുകളിൽ അവർ ഡയറക്റ്റായി നടത്തുന്നത്. ഓക്കെ.